ഇറാൻ US നയതന്ത്ര ചർച്ചകളുടെ വേദിയാകാൻ ഒരുങ്ങിയിറങ്ങിയ പാകിസ്ഥാൻ ഇന്ന് ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭൗമരാഷ്ട്രീയ കെണിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. ഏപ്രിൽ 22-ന് വെടിനിർത്തൽ കാലാവധി അവസാനിക്കാനിരിക്കെ ഹോർമൂസ് കടലിടുക്കിലെ പുകയുന്ന സംഘർഷങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക ഭദ്രതയെ തകർക്കുന്നതാണ്. മുൻകാലങ്ങളിൽ ആഗോള യുദ്ധങ്ങളെയും തർക്കങ്ങളെയും സ്വന്തം സാമ്പത്തിക ലാഭത്തിനായി ഉപയോഗിച്ചിരുന്ന പാകിസ്ഥാന്റെ തന്ത്രങ്ങൾ ഇക്കുറി പാളുകയാണോ? കടക്കണിയും വിദേശ നാണയ ചോർച്ചയും രാജ്യത്തെ ശ്വാസം മുട്ടിക്കുമ്പോൾ പഴയ യുദ്ധകാല സഹായങ്ങൾ ഇനിയുണ്ടാകില്ല എന്ന യാഥാർത്ഥ്യം ഇസ്ലാമാബാദിനെ ഭയപ്പെടുത്തുന്നതാണ്. അനിശ്ചിതത്വത്തിന്റെ ഈ നിഴലിൽ പാകിസ്ഥാൻ നേരിടുന്ന യഥാർത്ഥ വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പറയാം. പാകിസ്ഥാനിൽ നടക്കാനിരിക്കുന്ന ഇറാൻ US വെടിനിർത്തൽ ചർച്ചകളുടെ കാര്യത്തിൽ അനിശ്ചിതാവസ്ഥ തുടരുന്നതിനിടെ പാകിസ്ഥാൻ നേരിടുന്നത് കടുത്ത നയതന്ത്ര സാമ്പത്തിക പ്രതിസന്ധികളാണെന്നാണ് റിപ്പോർട്ടുകൾ. താൽക്കാലിക വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കാനിരിക്കെ ഹോർമൂസ് കടലിടുക്കിലെ വർദ്ധിച്ചു വരുന്ന സംഘർഷങ്ങൾ സ്ഥിതിഗതികൾ കൂടുതൽ സങ്കീർണമാക്കുന്നതാണ്. ചർച്ചകളിൽ നിന്ന് ഇറാൻ പിന്മാറുന്നതോടെ പാകിസ്ഥാന്റെ ഭൗമരാഷ്ട്രീയ പ്രാധാന്യവും ചോദ്യം ചെയ്യപ്പെടുന്നു. ഏപ്രിൽ 22-നാണ് താൽക്കാലിക വെടിനിർത്തലിന്റെ സമയപരിധി അവസാനിക്കുന്നത്. നിലവിലെ സാഹചര്യത്തിൽ US-ഉമായി ചർച്ചയ്ക്കില്ലെന്ന് ഇറാൻ വ്യക്തമാക്കിയിട്ടുണ്ട്. ഇറാനെയും US-നെയും വീണ്ടും ചർച്ചയിലേക്ക് കൊണ്ടുവരേണ്ടത് പാകിസ്ഥാന്റെ കൂടി ആവശ്യമാണ്. മുൻകാലങ്ങളിൽ ആഗോള സംഘർഷങ്ങൾ പാകിസ്ഥാന്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് സഹായകമായിരുന്നുവെങ്കിൽ നിലവിലെ ഇറാൻ US പ്രതിസന്ധി രാജ്യത്തിന് വൻ തിരിച്ചടിയായിരിക്കുകയാണ്. 1979-ലെ സോവിയറ്റ് അഫ്ഗാൻ യുദ്ധകാലത്തും 2011-ന് ശേഷമുള്ള ഭീകരവിരുദ്ധ പോരാട്ടകാലത്തും പാകിസ്ഥാൻ വലിയ തോതിൽ സാമ്പത്തിക സഹായങ്ങളും കടാശ്വാസങ്ങളും കൈപ്പറ്റിയിരുന്നു. 1980-കളിൽ ഏകദേശം 20 മുതൽ 27 ബില്യൺ ഡോളറിന്റെ വിദേശ സഹായമാണ് രാജ്യത്തിന് ലഭിച്ചത്. എന്നാൽ 2026-ൽ ഈ സാഹചര്യം പാടെ മാറി മറിഞ്ഞിരിക്കുന്നു. സാമ്പത്തിക തകർച്ചയുടെ വക്കിലാണ് ഇന്ന് പാകിസ്ഥാൻ എന്ന രാജ്യം. ഹോർമൂസ് കടലിടുക്കിലെ പ്രതിസന്ധി മൂലം മൂലധന ചോർച്ചയും വിദേശ കരുതൽ ശേഖരത്തിലെ ഇടിയുമാണ് പാകിസ്ഥാൻ നേരിടുന്നത്. കടം വാങ്ങിയ 3.5 ബില്യൺ ഡോളർ അടിയന്തരമായി തിരികെ നൽകാൻ UAE ആവശ്യപ്പെട്ടത് പ്രതിസന്ധി വർദ്ധിപ്പിക്കുകയും ചെയ്തു. നിലവിൽ 16 ബില്യൺ ഡോളർ കരുതൽ ശേഖരമുള്ള പാകിസ്ഥാനിൽ നിന്ന് 5.7 ബില്യൺ ഡോളറിന്റെ വിദേശ നാണയ ചോർച്ചയാണ് ഈ വർഷം മാത്രം ഉണ്ടായത്. പാകിസ്ഥാനെ സാമ്പത്തികമായി പിടിച്ചു നിർത്താൻ ഖത്തറും സൗദി അറേബ്യയും ചേർന്ന് 5 ബില്യൺ ഡോളറിന്റെ ധനസഹായം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇതുകൊണ്ട് മാത്രം പാകിസ്ഥാന് ദീർഘകാലത്തേക്ക് പിടിച്ചു നിൽക്കാനാവില്ല എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട വസ്തുതയാണ്. പാകിസ്ഥാന്റെ ഇന്ധന ഇറക്കുമതിയുടെ 80 മുതൽ 85% ഹോർമൂസ് കടലിടുക്ക് വഴിയാണ് നടക്കുന്നത്. രാജ്യത്തിന്റെ ഇന്ധന ആവശ്യത്തിന്റെ സിംഹഭാഗവും കടന്നു പോകുന്ന ഹോർമൂസ് കടലിടുക്കിൽ അസ്ഥിരതയുണ്ടാകുന്നത് പാകിസ്ഥാനെ പട്ടിണിയിലേക്ക് കൊണ്ടെത്തിക്കും. അതുകൊണ്ട് തന്നെ ഈ മേഖലയിലെ ചെറിയ തടസ്സങ്ങൾ പോലും പാകിസ്ഥാനിൽ പണപ്പെരുപ്പത്തിനും ഇറക്കുമതി ചെലവ് വർദ്ധിക്കാനും കാരണമാകുന്നതാണ്. ഒരു കാലത്ത് ഭൗമരാഷ്ട്രീയ നേട്ടമായി കണ്ടിരുന്ന രാജ്യത്തിന്റെ സ്ഥാനം ഇപ്പോൾ വലിയൊരു സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു. സ്വന്തം കാലിൽ നിൽക്കാൻ ശ്രമിക്കാതെ അയൽ രാജ്യങ്ങളിലെ സംഘർഷങ്ങളെ സാമ്പത്തിക സ്രോതസ്സായി കണ്ട പാകിസ്ഥാന്റെ രീതികൾ ഇന്ന് അവർക്ക് തന്നെ വിനയായിരിക്കുന്നു. ആഭ്യന്തര ഉൽപാദനമോ സാമ്പത്തിക പരിഷ്കരണമോ നടപ്പിലാക്കുന്നതിന് പകരം വിദേശ സഹായത്തിനായി കൈനീട്ടുന്ന പതിവ് രീതി രാജ്യത്തെ വൻ കടക്കിണിയിലേക്ക് തള്ളിയിട്ട് കഴിഞ്ഞു. ഇറാൻ US പ്രതിസന്ധിയിൽ മധ്യസ്ഥത വഹിക്കാനുള്ള പാകിസ്ഥാന്റെ ശ്രമങ്ങൾ ആത്മാർത്ഥതയേക്കാൾ ഉപരി സാമ്പത്തിക ലാഭം കൊയ്യാനുള്ളതാണോ എന്ന ചോദ്യവും ഉയർത്തുന്നു. എന്നാൽ മാറുന്ന ആഗോള സാഹചര്യത്തിൽ ഇത്തരം കുടില തന്ത്രങ്ങൾ കൊണ്ട് ഇനി പാകിസ്ഥാന് പിടിച്ചു നിൽക്കാനാവുമോ എന്നും ചോദിക്കുന്നവരുണ്ട്. നയതന്ത്രപരമായും സാമ്പത്തികമായും പാകിസ്ഥാൻ ഇന്ന് അഭിമുഖീകരിക്കുന്നത് അവർ തന്നെ കുഴിച്ച കുഴിയിലെ വീഴ്ചയാണ്. സ്വന്തം നയങ്ങൾ തിരുത്താതെ മറ്റൊരു രാജ്യത്തിന്റെ സഹായം പാകിസ്ഥാനെ രക്ഷിക്കില്ലെന്ന് ഉറപ്പാണ്. ഒരു കാലത്ത് ആഗോള ശക്തികൾക്കിടയിൽ വിലപേശൽ നടത്തിയിരുന്ന പാകിസ്ഥാൻ ഇന്ന് വെറും സാമ്പത്തിക ബാധ്യതയായി മാറിയിരിക്കുന്നു എന്നുള്ളത് ഒരു കൈപ്പുള്ള സത്യമാണ്. നമുക്കറിയാം, പാകിസ്ഥാനിൽ ഇല്ലാത്ത പ്രശ്നങ്ങളില്ല. ദാരിദ്ര്യം, പട്ടിണി, തൊഴിലില്ലായ്മ, രോഗങ്ങൾ, അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത അത്രയും പ്രശ്നങ്ങൾ പാകിസ്ഥാൻ എന്ന രാജ്യം നേരിടുന്നുണ്ട്. എന്നാൽ ഭീകരവാദത്തിനാകട്ടെ യാതൊരു കുറവില്ല താനും. വലിയ സാമ്പത്തിക പ്രതിസന്ധിയിലൂടെയാണ് പാകിസ്ഥാൻ ഇപ്പോൾ കടന്നു പോകുന്നത്. എന്തായാലും ഈ താൽക്കാലിക വെടിനിർത്തലിനുള്ളിൽ ഒരു തീരുമാനം ഉണ്ടായില്ലെങ്കിൽ അത് പാകിസ്ഥാനെ വല്ലാതെ ബാധിക്കും.